ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. തളരാത്ത വിശ്വാസി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശ്വാസിക്ക് ലോകത്തൊരു സ്ഥലത്തും തളരാൻ കഴിയില്ല. മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ദീർഘദൂരം യാത്ര ചെയ്തിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിന് ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉമ്മയോടുള്ള ഇഷ്ടം എന്നത് അദ്ദേഹത്തിന് പറഞ്ഞു തീർക്കാവുന്നതിനും അപ്പുറമാണ്. ഉമ്മ തിരിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത സ്നേഹമായിരുന്നു. ലോകം സ്നേഹബന്ധത്തിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദുൽഖർനൈൻ ചക്രവർത്തി യാത്ര ചെയ്യുമ്പോൾ, ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആളാണ്, ഉത്തര പറഞ്ഞ് ദിവസങ്ങളോളമുള്ള യാത്രയാണ്. ഇനി കുറെ കാലങ്ങൾക്ക് ശേഷമേ കാണാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു യാത്രക്ക് വേണ്ടി ദുൽഖർനൈൻ ചക്രവർത്തി രംഗത്തിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട മാതാവിനെ വാരിപ്പുണർന്ന് യാത്ര ചോദിച്ച് ഇറങ്ങുകയാണ്. ഒരുപാട് കാലം യാത്ര ചെയ്ത് ബാബുൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹത്തിനൊരു വലിയ രോഗം പിടിപെടുകയാണ്. അപ്പൊ അന്ന് വിവര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരങ്ങളുടെ കാലഘട്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരു സന്ദേശം അറിയിക്കണമെങ്കിൽ കത്ത് കൊടുത്തയക്കേണ്ടതുണ്ട്. അത് എത്തുന്നതിന് കുറെ സമയമെടുക്കും. അങ്ങനെയാണ് സന്ദേശങ്ങൾ കൈമാറുക, വിശേഷങ്ങൾ പറയുക, സുഖവിവരങ്ങളൊക്കെ അറിയിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഈ ചക്രവർത്തി ബാബുൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ രോഗം പിടിപെടുകയാണ്. രോഗം കാരണം തളർന്ന് ക്ഷീണിച്ചു പോയ ആ സഹോദരന്റെ മനസ്സ് നിറച്ച ഉമ്മയാണ്. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോൾ നാം ഏറ്റവും അധികം ഓർക്കുന്നതും പറയുന്നതും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ ഹൃദയം കവരുന്ന സ്നേഹബന്ധങ്ങളെയുമാണ്. അപ്പൊ ഈ പ്രിയപ്പെട്ട ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട മാതാവിനൊരു കത്ത് രേഖപ്പെടുത്തുകയാണ്. തനിക്ക് രോഗമാണെന്നറിഞ്ഞാൽ തന്റെ ഉമ്മ തളർന്നു പോകും എന്നുറപ്പാണ്. താൻ സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട മാതാവ് മനസ്സ് പൊട്ടി പിളർന്നു പോകുമെന്നത് ഈ ചക്രവർത്തിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ചക്രവർത്തി ഒരു കത്തെഴുതുകയാണ് പ്രിയപ്പെട്ട മാതാവിനോട്. എനിക്കിവിടെ സുഖമാണ്, ഉമ്മാക്ക് സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് ഉമ്മയോട് പറയാനുള്ളത്, ഉമ്മ വീട്ടിൽ ഒരു നിയ്യത്ത്, ഞാൻ നിയ്യത്ത് ചെയ്തിട്ടുള്ളത് ഉമ്മ നടപ്പാക്കണം. എന്റെ നാടിന്റെ പരിസരങ്ങളിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇതുവരെയും അള്ളാഹു ഒരു വിഷമവും കൊടുക്കാത്ത, ഇതുവരെയും ദൈവം ഒരു പ്രയാസവും കൊടുക്കാത്ത, ഒരു സങ്കടവും കൊടുക്കാത്ത കുറച്ച് ആളുകളെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്കൊരു നിയ്യത്തുണ്ട്. അതുമ്മ നടത്തി തരണം. ജീവിതയാത്രക്കിടയിൽ ഇതുവരെയും ഒരു പ്രയാസം വരാത്ത, മനസ്സ് പൊട്ടിപ്പോകാത്ത, കൽബ് തകർന്നു പോകാത്ത, കണ്ണ് നിറഞ്ഞു പോകാത്ത, സഹിക്കാനാകാത്ത വിഷമ പർവ്വതത്തിന്റെ മുകളിലൂടെ കടന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു ഭക്ഷണം കൊടുക്കണം എന്നാണ് ഉമ്മാക്ക് മകൻ കത്തെഴുതിയത്. ഈ മകന് ബുദ്ധിയുണ്ടെങ്കിൽ ആ ഉമ്മ, മകനെ പ്രസവിച്ച ഉമ്മാക്ക് അതിലേറെ ബുദ്ധിയുണ്ട്. ആ ഉമ്മാക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ കത്ത് വായിച്ചപ്പോ, എന്റെ മകൻ എന്തോ തീരാത്ത ദുഃഖത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, എന്റെ മകൻ എന്തോ സഹിക്കാനാകാത്ത ഒരു വിഷമം പിടിപെട്ടിട്ടുണ്ട്. ആ ഉമ്മ പ്രിയപ്പെട്ട മകന് കത്തെഴുതുന്നുണ്ട്, മകനെ നിനക്കെന്തു പ്രയാസമുണ്ടെങ്കിലും നീ ഒരിക്കലും തളരരുത് എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് ചക്രവർത്തിക്ക് കത്തെഴുതുകയാണ്. വിശ്വാസിയുടെ ജീവിതം എന്നല്ല, മനുഷ്യന്റെ ജീവിതം തന്നെ സുഖസന്തോഷ സമ്മിശ്രമാണ്. ഒരു ബുദ്ധിമുട്ട് വരും, പിന്നെ ഒരു എളുപ്പം വരും, പിന്നെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ട് വരും. അത് സാമ്പത്തിക പ്രതിസന്ധിയാകാം, അത് രോഗങ്ങളാകാം, അത് മാനസിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികമായ രോഗങ്ങളുമാകാം, പ്രയാസങ്ങളുമാകാം. എന്ത് തന്നെയാണെങ്കിലും അതിനെ തരണം ചെയ്യുക എന്നത് ഈമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധം നെഞ്ചിൽ വെച്ച് ഒരു വിശ്വാസി ചെയ്യേണ്ടതാണ്. തീ തൊടാത്ത തങ്കത്തിന് തിളക്കം കുറവാണ് എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ നമ്മുടെ ഈമാനിന്റെ പ്രഭ കൂട്ടാൻ ചെറിയ ഒരു തട്ട് ഇടയ്ക്ക് അല്ലാഹു തരും. അതിനെ തരണം ചെയ്ത് മറികടക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പവറാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം യുദ്ധം കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടു പോയ, കരഞ്ഞുപോയ, തീരാ നോവ് പോലെ ഹൃദയത്തിൽ വേദന പേറിപ്പോയ ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം എന്നത്. ഉഹദ് യുദ്ധത്തിന് ശേഷം ജീവനോടെ പിന്നീടുണ്ടായിരുന്ന സഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞ സങ്കടങ്ങൾ വളരെ വലുതാണ്. ക്ഷമയുടെ പാഠമോദിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഉപദേശിച്ചെങ്കിൽ ആ ഉഹദിന്റെ രംഗത്തിൽ കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധം വേദന പേറിപ്പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു ക്ഷമയുടെ രാജാവായിരുന്നു. ഇസ്ലാമിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും
ഒരു സെക്കൻഡ് പോലും തളർന്നു പോകാത്ത മഹാമനുഷ്യയായിരുന്നു. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വയറ് കുത്തിക്കീറി കൊടല് പുറത്തെടുത്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്റെ നാവ് മുറിച്ചെടുത്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരശകലങ്ങൾ കൊത്തിവലിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ആ സമയത്ത് അവർക്ക് അറിയാമായിരുന്നു ബദർ യുദ്ധത്തിലേറ്റ മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചാടി ഇറങ്ങുന്ന രംഗമാണ്. അതുകൊണ്ട് ഇത്രത്തോളം വരുന്ന അഗാധമായ മുറിവുകൾ ഏൽക്കേണ്ടി വരുമെന്ന് സഹാബത്തിനറിയാമായിരുന്നു. എന്നിട്ട് പോലും തളരാറ് പോരാട്ട വീര്യത്തിന്റെ പുലിക്കുട്ടുകളായി ഉഹുദിന്റെ രണാങ്കണത്തിൽ ചാടി ഇറങ്ങിയവരാണവർ. മഹാനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല, എവിടെയാണ് കിടക്കുന്നതെന്നറിയില്ല. 80ഓളം മുറിവുകളേറ്റുകൊണ്ട് ചിന്നിച്ചിതറി കിടക്കുന്ന ശരീരശകലങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുറിഞ്ഞറ്റു വീണ ഒരു വിരലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതെന്റെ സഹോദരൻ അനസ് തന്നെയാണ് നബിയേ. ഈ വിരൽ തുമ്പുകൾ കാണുമ്പോൾ എനിക്കറിയാം ഇതെന്റെ സഹോദരൻ അനസിന്റേത് തന്നെയാണ്. ഇസ്ലാമായി ജീവിച്ചിട്ട് ഇന്ന് വരെ അസഹ്യമായ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ? ഒരു പനി വന്നതല്ലാതെ, ഒരു സാമ്പത്തിക പ്രയാസം വന്നതല്ലാതെ, കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മരണം നടന്നതല്ലാതെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചവനെ എന്ന് പറഞ്ഞൊരു വിശ്വാസിയായ നിലയിൽ നിനക്ക് സഹിക്കാൻ കഴിയാത്ത ഏതു പർവ്വതീകരണമായ പ്രയാസമാണ് നിന്നെ വേട്ടയാടിയിട്ടുള്ളത്? ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചരിത്രകാരന്മാര് പറയുകയാണ്, വേറെ ആരാണെങ്കിലും ആത്മഹത്യ ചെയ്തു പോകുമായിരുന്നു. പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണപ്പോൾ താങ്ങായിരുന്നു, തണലായിരുന്നു. ആരാണെങ്കിലും, ഏത് നേതാവാണെങ്കിലും ഇനി എനിക്ക് ജീവിതം വേണ്ട അല്ലാഹ് എന്ന് പറഞ്ഞ് ഞരമ്പറത്ത് ലോകത്തിന്ന് വിട പറയുമായിരുന്നു. അവിടെയാണ് ക്ഷമയുടെ നിലാവുദിച്ചത് ഖൽബിനകത്ത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ എല്ലാമായിരുന്ന അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്ന, വർത്തമാനത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്ന പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവും സഹനത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തവരാണ്. ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെയാണ്. എത്ര സങ്കടമാണെന്ന് മുഹദിൽ പോയി നിൽക്കുമ്പോ അസദുൽ ഇലാഹിന്റെ കസസിൽ നിലാവിന്റെ മനസ്സിൽ പതിഞ്ഞൊരു നോവേ, അഹ്സൻ റസൂലിന്റെ അരികിൽ ഷഹീദിന്റെ അഴകിൽ വിരിഞ്ഞൊരു പൂവേ, ഉഹുദിന്നും ഉണങ്ങാത്ത മുറിവേ, ഉടലിനും ഉയിരിനും ഉറഞ്ഞുള്ള നിണമേ, ഉടയോൻ റസൂലിന്റെ അകമിലെരിഞ്ഞ് കരിഞ്ഞ ദിനമേ, അസദുൽ ഇലാഹിന്റെ അരികിൽ ഷഹീദിന്റെ അഴകിൽ വിരിഞ്ഞൊരു പൂവേ. ഇന്നും മുഹദ് യുദ്ധം നടന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോ സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പുണ്യസ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചത്, ക്ഷമിച്ചത് എന്ന് ഉള്ളുകൊണ്ടറിയാതെ വേദനയോടെ ചിന്തിച്ചു പോകും. താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അത്. അള്ളാഹു ആ വർഷത്തിന് കൊടുത്ത പേര് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം എന്നാണ്. പ്രിയപ്പെട്ട സഹാബികൾ ഇത് കണ്ടല്ലേ പഠിച്ചത്.
ഈ സഹനത്തിന്റെ വഴിത്താരയിലൂടെ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോകുന്നത് നോക്കി നിന്നിട്ടാണ് പ്രിയപ്പെട്ട സഹാബത്ത് പഠിച്ചത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ സമയത്തും അല്ലാഹുവിന് സ്തുതി പറയുന്ന, ഏത് പ്രതിസന്ധി വന്നാലും ഏത് സങ്കടം വന്നാലും ഏത് നൊമ്പരം വന്നാലും പടച്ചവന് സ്തുതി പറയുന്ന ഒരു പാഠം പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിച്ചു കൊടുത്തത്. എത്ര സങ്കടം വന്നാലും മലബാറിലെ പെങ്ങളെ മറക്കരുത്. ഇന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ ഈ മണിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, കോട്ടയ്ക്കൽ ഭാഗത്ത് താമസിക്കുന്ന സഹോദരനാണ്. തന്റെ വാപ്പയെ കുറിച്ച് വാതോരാതെ പറന്ന് കരഞ്ഞ് വാപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത പൈസ സ്നേഹസാഗരത്തിന് വേണ്ടി ഉമ്മ കൊടുത്തു വിട്ടത് കയ്യിൽ തന്ന് വാപ്പയെ കുറിച്ച് വാചാലമാകുമ്പോ ഒരു പനിയില്ലാതെ, ഒരു ക്ഷീണമില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രയാസമില്ലാതെ ഇരുന്ന പ്രിയപ്പെട്ട വാപ്പാക്ക് പെട്ടെന്നൊരു തലക്കറക്കം വന്നിട്ട് മറിഞ്ഞു വീണുപോയ, മരണത്തിലേക്ക് കൊണ്ടുപോയ കണ്ണീരിന്റെ കഥ പറഞ്ഞിട്ട് ഹൃദയവേദനയോടെ ഇരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രയാസം വന്നാലും അത് മരണമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തിക സ്രോതസ്സുകൾ ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞു വീടുന്നതാകട്ടെ, ബിസിനസ് സാമ്രാജ്യങ്ങൾ പൊട്ടിപ്പകർന്ന് തരിപ്പണമായി പോകുന്നതാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് വേറൊന്നും ചിന്തിക്കാതെ പറഞ്ഞേക്കണം. തങ്ങളുടെ സാബിക്കലി തങ്ങളുടെ വാപ്പ മരിച്ചപ്പോ തങ്ങൾ പറയണം, എന്റെ മകൻ മരിച്ചപ്പോ ഞാൻ പറയണം. നിങ്ങൾക്കൊക്കെ എന്ത് നഷ്ടം വന്നാലും അത് നിങ്ങൾ പറഞ്ഞിരിക്കണം. ഇത് ഇസ്ലാമിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ആർജവമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ ലാ, പടച്ചവനെ നീ ഏറ്റെടുത്ത ലിമാ ബസത്ത, പടച്ചവനെ ലാ ഖബല ഖാബല ലാ ഖാബിദ ലിമാ ബസത്ത വലാ ബസത്ത ലിമാ ഖബലത, അല്ലാഹുമ്മ ബസുത് അലൈനാ മിൻ ബറകാതിക വറഹ്മതിക വറിസ്ഖിക. ഒരു വിശ്വാസി ചെയ്യേണ്ട ദുആയാണ്, പടച്ചവനെ നീ പിടിച്ചു വെച്ചതിനെ വാങ്ങിത്തരാൻ ദുനിയാവിൽ ആർക്കും കഴിയൂല, ഒരു പാർട്ടിക്കാരനും കഴിയൂല, ഒരു മുതലാളിക്കും കഴിയൂല, ഒരു സമ്പന്ന വർഗനും കഴിയൂല. ലാ ഖാബിദ ലിമാ ബസത്ത, പടച്ചോനെ നീ തന്നതിനെ തടയാൻ ആർക്കും കഴിയൂല. ഈ വടക്കാങ്കരയിൽ, ഈ മങ്കടയിൽ എനിക്ക് അല്ലാഹു തന്നതിനെ തടയാൻ, എനിക്ക് വീട് തന്നാൽ, എനിക്ക് വാഹനം തന്നാൽ, എനിക്ക് സൗഭാഗ്യങ്ങൾ തന്നാൽ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ വഴി അല്ലാഹു തുറന്നു തന്നാൽ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു ജോലി സൗഭാഗ്യങ്ങൾ തന്നാൽ, അത് തടയാ ഈ മലബാറിന്റെ ഒരു മക്കൾക്ക് കഴിയൂല. അല്ലാഹുമ്മ ലാ ഖാബല ബിമാ ബസത്ത ലിമാ ബസത്ത, പടച്ചോനെ നീ തന്നതിനെ തടയാൻ ആർക്കും കഴിയൂല, നീ തടഞ്ഞതിനെ തരാൻ ആർക്കും കഴിയൂല. പടച്ചോനെ എനിക്ക് നീ തരൂല എന്ന് തീരുമാനിച്ചതിനെ തരാൻ ലോകം മുഴുവനും നിന്നാലും കഴിയൂല അല്ലാഹ്. അതുകൊണ്ട് മലബാറിൽ ഈ മനോഹരമായ സമസ്തയുടെ അഹ്ലു ബൈത്തിന്റെ സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുമ്മ ബസുത്തു അലൈനാ മിൻ ബറകാതിക വഫദ്ലിക വറഹ്മതിക വറിസ്ഖിക. എപ്പോഴും ദുആ ചെയ്യണം പെങ്ങളെ, അല്ലാഹുമ്മ ബസുത്തു അലൈനാ മിൻ ബറകാതിക, പടച്ചോനെ നിന്റെ ബറക്കത്തിൽ നിന്ന് ചൊരിഞ്ഞു തരണേ അല്ലാഹ്, നിന്റെ ഫദ്ലിൽ നിന്ന് ചൊരിഞ്ഞു തരണേ അല്ലാഹ്, നിന്റെ റഹ്മത്തിൽ നിന്ന് ചൊരിഞ്ഞു തരണേ അല്ലാഹ്, നിന്റെ റിസ്ഖിൽ നിന്ന് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. എനിക്കും എന്റെ മക്കൾക്കും എന്റെ കൂട്ടുകുടുംബാദികൾക്കും ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം തരല്ലേ അല്ലാഹ്. എന്റെ ഭർത്താവ് ജോലിക്കിറങ്ങി പോകുമ്പോ ഒരു സ്ഥലത്ത് പോലും ഒരു വഴിമുടക്കം വരുത്തല്ല അല്ലാഹ്, ഒരു പ്രയാസം വരുത്തല്ല അല്ലാഹ്. എന്റെ മക്കൾ പഠിക്കുമ്പോ, ഇന്റർവ്യൂവിന് പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, എക്സാമിന് പോകുമ്പോ അവിടെ ഒരു സ്ഥലത്തും അവർക്ക് പതർച്ച കൊടുക്കല്ല റബ്ബേ. അല്ലാഹുമ്മ ബസുത്തു അലൈനാ മിൻ ബറകാതിക വഫദ്ലിക വറഹ്മതിക വറിസ്ഖിക. ഇത് സ്വഹാബത്ത് ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹാ എന്ന സ്വഹാബി വനിത സുഖമില്ലാതെ കിടന്നു. ഒരു വല്ലാത്ത പരീക്ഷണം. സഹാബികളൊക്കെ പോയി കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ, നമ്മൾ രോഗ സന്ദർശനത്തിന് പോകണം, ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ വരുമെന്നാണ്. ഇന്ന് ഏറ്റവും അധികം മനുഷ്യനെ വല്ലാണ്ട് പിടിച്ചു കുലുക്കുന്ന രോഗം ക്യാൻസറാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ധാരാളം ഈ ഡെങ്കിപ്പനി, എലിപ്പനി ഒക്കെ പടർന്നു വരുന്നുണ്ട്.
വല്ലാത്ത പരീക്ഷണമാണത്. പെട്ടെന്ന് പനി വരിക, 2 ദിവസം കൊണ്ട് ആ പനി മനുഷ്യന്റെ കിഡ്നിയെ ഇല്ലാണ്ടാക്കുക, കരളിൽ ബാധിക്കുക, 3 ദിവസം കൊണ്ട് മരണപ്പെടുക. നമ്മുടെ നാട്ടിൽ ഒരു സഖാഫി ഉസ്താദ് മരണപ്പെട്ടു, അബ്ദുൽ ഹക്കീം സഖാഫി ഉസ്താദ്. അദ്ദേഹം ഇങ്ങനെ പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. 2 ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ എൻ്റെ ഭാര്യയുടെ മാതാവ്, തങ്ങൾക്കൊക്കെ അറിയാം, തങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ്. സാധുവായ കുടുംബമാണ്, ഒരു ചെറിയ വീടാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടതുപോലെ പനി വന്നിട്ട് 2 ദിവസം കൊണ്ട് പെട്ടെന്നുള്ള മരണമായിരുന്നു. താങ്ങാനും സഹിക്കാനും കഴിയാത്ത വിധം ആ കുടുംബം വല്ലാണ്ട് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഒരു മാതാവിന്റെ നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ ഈ പെട്ടെന്നുള്ള രോഗങ്ങൾ പെട്ടെന്ന് നമ്മളിപ്പോ ഇന്നിപ്പോ ഞാൻ തൊടുപുഴയിൽ കരുണ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, എൻ്റെ പ്രിയപ്പെട്ട നസീർ സാറിന്റെ കൂടെ, അദ്ദേഹം പിന്നെ ഒരുപാട് മേഖലകളിൽ സജീവമായി ഗവൺമെന്റ് തലത്തിലൊക്കെ സേവനം ചെയ്യുന്ന ആളാണ്. വെഹിക്കിൾ ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് സേവനം ചെയ്തു. പിന്നെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം ഇന്നിപ്പോ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു രോഗിയെ കാണാൻ പോയപ്പോൾ ഒരു ആക്സിഡന്റിലൂടെ സംഭവിച്ച് പിന്നെ കുറേ കാലം കിടന്ന്, അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് എഴുന്നേറ്റ്, പിന്നെ വീണ്ടും തളർന്ന് ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു അന്തരീക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. കുടുംബത്തിന്റെ ദുഃഖം, ഒരു നഷ്ടം തന്നെയാണ്. പ്രായമാവുക എന്നതൊന്നുമല്ല. ഒരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് ആർക്കും നികത്താൻ പറ്റാത്തതാണ്. അല്ലാഹു തആല നമ്മെ നമ്മുടെ കുടുംബത്തെയൊക്കെ മാരക രോഗത്തിൽ നിന്ന് പരിപൂർണമായും കാത്തുരക്ഷിക്കട്ടെ. അസുഖം വന്നാൽ എല്ലാ ചാട്ടവും തീരും, നമ്മുടെ എല്ലാ ആഘോഷവും തീരും. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ലാതെ നാം ഒക്കെ തോറ്റുകൊടുക്കുകയാണ് മുമ്പിൽ. ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹാ ശരീരം വല്ലാണ്ട് പനി പിടിച്ച് വിറച്ച് കുറേ ദിവസമായിട്ടും അതിന് മോചനമില്ലാണ്ട് വന്നപ്പോ സഹാബികൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവരവസ്ഥ കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് നബിയേ, അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് റസൂലേ, അവര് തളർന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട് നബിയേ. മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട സഹാബി വനിതയുടെ അരികിലേക്ക് ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതെന്തോ ഒരു നശിച്ച പനിയാണ് നബിയേ. ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. മുത്ത് റസൂല് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നു, ലാ തസുബ്ബുൽ ഹുമ്മാ, മോളെ പനിയെ ചീത്ത പറയല്ലേ, പനിയെ കുറ്റപ്പെടുത്തല്ലേ, ഒരു അസുഖത്തെയും നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. മാമിൻ യസീബുൽ മുസ്ലിമു, ഒരു മുസ്ലിമിനും വരുന്നില്ല മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ ഹമ്മിൻ വലാ അദാ ഹത്ത ശൗകത ഇശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ലാ കഫറല്ലാഹു ഫീഹാ അൽ ഖതായാ ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മുള്ള് തറക്കുന്നത്, ഒരു വേദന വരുന്നത്, ഒരു നൊമ്പരം വരുന്നത്, ഒരു സങ്കടം വരുന്നത്, ഒരു പ്രയാസം വരുന്നത്, ഒന്ന് കണ്ണു നിറയുന്നത്, ഒന്ന് ചൂടാകുന്നത്, ഒന്ന് ശരീരത്ത് വേദനിക്കുന്നത്, കൈകാല് വേദനിക്കുന്നത്, തലവേദനിക്കുന്നത്, വയറുവേദനിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പോലെ കഫറല്ലാഹു അൽ ഖതായാ, അത് കാരണമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് തന്ന പാപങ്ങളെ പൊറുക്കപ്പെടുകയാണ്. കാലിൽ ഒരു മുള്ളു തറച്ചാല്, ഒരു പനി വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, അതിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, അതിന് പകരമായിട്ട് നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പൊറുക്കുമെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗം വന്ന ആൾ അങ്ങനെ ചിന്തിക്കണം. ഒരു രോഗം വന്ന ആൾ അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് നിരീശ്വരവാദം വല്ലാണ്ട് ആടിക്കളിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നുമില്ല. അമാരി വാ തുറന്നിട്ട് ഇങ്ങനെ ഈ താളം വിടുന്ന കുറച്ച് വാക്കുകളല്ലാതെ ആൺകുട്ടികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവർക്ക് കഴിയില്ല. സമസ്തയുടെ SNEC പോലെയുള്ള സ്ഥാപനത്തിന്റെ കരുത്തുറ്റ സിലബസിലൂടെ പഠിച്ച് പരിപൂർണമായ ആലിമായി ഭൗതിക വിദ്യാഭ്യാസം നേടിയിറങ്ങുന്ന പ്രിയപ്പെട്ട മക്കളുടെ മുന്നിൽ മുട്ട് വറക്കാതെ നിൽക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഇപ്പോഴത്തെ സിലബസുകളൊക്കെ അങ്ങനെയാണ്. നല്ല കാമ്പും കഴമ്പും ഉള്ളത് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. പെൺകുട്ടികൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെ ചേർത്ത് പഠിപ്പിക്കുക. ആൺകുട്ടികൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ ചേർത്ത് പഠിപ്പിക്കുക.
ഇവിടെ ഏകദേശം 130ഓളം അഡ്മിഷൻ വന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും സെലക്ട് ചെയ്തെടുത്ത വിജയിച്ച കുട്ടികളെയാണ് ഇവിടെ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലും SNEസിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഉന്തും തള്ളുമാണ്. എക്സാമിന് വരുന്ന മുഴുവൻ കുട്ടികളെയും എടുക്കാൻ കഴിയില്ല. സ്ഥാപനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ഈ സ്ഥാപനം മതിയോ? പോരാ. ഇവിടെ ഈ സ്ഥാപനം പോരാ. ഇതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് കൂടി കെട്ടണം. അത്യാവശ്യമാണ് ബിൽഡിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സ്ഥലവും ബിൽഡിങ്ങിനൊന്നും സൗകര്യം ഉണ്ടാവൂല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറെ മക്കൾ പഠിക്കട്ടെ, വലിയ സന്തോഷമല്ലേ. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ ഉമ്മ മരണപ്പെടുമ്പോൾ ഇപ്പം ഞാനൊക്കെ ആ കുടുംബത്തിലായിരുന്നത് കൊണ്ട് ആ കുടുംബത്തിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ഹാഫിദീങ്ങളുണ്ട്. ആ മക്കളെയെല്ലാം, എൻ്റെ മക്കൾ ഉൾപ്പെടെ, അവരൊക്കെ കമീസും തലേക്കെട്ടും കെട്ടി ഖബറിൻ്റെ അടുത്ത് നിർത്തി ആ മാതാവിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, ആ മാതാവ് മരണപ്പെട്ട് ഖബറിന്റെ അകത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് മാതാവിന് വേണ്ടി ഖത്മുകൾ ഹദിയ ചെയ്യുമ്പോ, ആ മരണം നടന്ന വീട്ടിന്റെ അകത്തിരുന്ന് ഈ പ്രിയപ്പെട്ട തൊപ്പിതിട്ട തലേക്കെട്ട് കെട്ടിയ കമീസിട്ട മക്കളെന്ന് ഖുർആൻ ഓതുമ്പോ എത്ര ഭാഗ്യമാണ് ആ മാതാവിന് അള്ളാഹു കൊടുത്തത്. അത് നമ്മൾ ഇറങ്ങി പരിശ്രമിക്കണം. നമ്മുടെ മക്കൾ നല്ലവരാകാൻ. 14-15 വയസ്സായ മക്കളുള്ള വീട്ടിൽ ഇന്ന് അവന്റെ കയ്യിൽ, അവന്റെ പോക്കറ്റിൽ, അവന്റെ പേഴ്സിൽ കഞ്ചാവുണ്ടോ എന്ന് പേടിയോടെ പരിശോധിക്കുന്ന കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അത്ര പുരട്ടി ഖുർആനോദി ഉമ്മാക്ക് മുത്തം തന്ന് കിടന്നുറങ്ങുമ്പോൾ അഭിമാനമല്ലേ? ഇതിൽ എത്ര പേര് നിങ്ങളുടെ മക്കളുണ്ട് എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അതിനെ പിന്തുണയ്ക്കണം. നമുക്കൊരു ദുആ കിട്ടാൻ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ചാൽ ഉമ്മയെയും വാപ്പയെയും ഓർക്കാൻ നേരമില്ലാതെ അലയുന്ന മക്കളുടെ കാലമാണിത്. അവിടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഏത് പ്രയാസത്തെയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞുകൊണ്ട് തരണം ചെയ്യാൻ കഴിയണം. ഇലക്ഷന്റെ സമയമാണല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറയുന്ന സമയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ജൂതനായ മനുഷ്യൻ പച്ചക്ക് അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രംഗം ആരംഭപ്പുവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാനിടയായി. അള്ളാഹിന്റെ റസൂലിന് വലിയ സങ്കടമായി. അത്രയും വേണ്ടപ്പെട്ട, അപ്പൊ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോ ഏറ്റവും സോലിഹായ മനുഷ്യൻ നിന്നാ പോലും, തൊപ്പിയിട്ട മക്കനിട്ട ദാത്തൻ നിന്നാ പോലും എതിർ ടീമിൽപ്പെട്ടവരെന്ത് ചെയ്യും? ആക്ഷേപം പറയും. അങ്ങനെ പറയുമ്പോഴാണല്ലോ ഒരു പ്രതിപക്ഷമാവുമെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ വളരെ ആലോചിക്കണം. 2 കൂട്ടരും തമാശക്കെടുത്താൽ സാരമില്ല. പക്ഷേ കാര്യമായ ഒരാളുടെ മനസ്സ് നൊന്താൽ അത് എന്ത് പ്രചരണത്തിന്റെ പേരിലാണെങ്കിലും അതൊരു ആക്ഷേപം തന്നെയാണ്. ആക്ഷേപ പാട്ട്, ആക്ഷേപ പ്രസംഗം അങ്ങനെയൊക്കെ നടത്തുമ്പോൾ വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. മറ്റേ കോമഡിയിലൊക്കെ മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ നാളെയും കാണണ്ടേ എന്നൊക്കെ പറയില്ല. എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കേട്ടതിൻ്റെ ഒരു ലഫ്ള് അങ്ങനെ ഓർമ്മയിൽ വന്ന് പറഞ്ഞതാ. നാളെ കാണണ്ടേ എന്നുള്ള ചിന്തയൊക്കെ മറക്കും. നാളെ ഇവിടെ വെച്ച് കാണണ്ടെന്ന് അങ്ങോട്ട് ചിന്തിക്കണ്ട. പക്ഷെ ആഖിറത്തിൽ നമുക്ക് വിചാരണയുടെ ഒരു ലോകമുണ്ട്, പരലോകത്ത് ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവർക്ക് ഈ പരിപാടി പറഞ്ഞിട്ടുള്ളതല്ല, ആക്ഷേപം. അപ്പൊ നിൽക്കുക, എല്ലാവരോടും വോട്ടൊക്കെ ചോദിക്കുക, തോറ്റാ തോക്കട്ടെ. അല്ലാതെ മറ്റുള്ളവന്റെ മണ്ടേ കയറി അവന്റെ കുടുംബം തോണ്ടി അവന്റെ തള്ള, അവന്റെ തന്ത, അവൻ അങ്ങനത്തോൻ, അവൻ ഇങ്ങനത്തോൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ജയിച്ച് കസേര ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ആ ആക്ഷേപ പാട്ടാണെങ്കിലും ഒരുപാട് ആള് ഇന്നിപ്പോ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപ പാട്ടുകൾക്ക് പിന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാനാണ് പറയാ. നമ്മൾ റെഡിയാണ് ചെയ്തു തരാൻ. സ്ഥാനാർത്ഥിയുടെ മദ്ഹ് പറഞ്ഞ് അതിന്റെ ഒരു പോരിശയൊക്കെ പറഞ്ഞ് പാട്ടോ പ്രസംഗോ എഴുത്തോ ലേഖനമോ ഒക്കെ തയ്യാറാക്കിക്കോളിയും. പക്ഷേ ഒരാളുടെ നെഞ്ചിനെ ഇടിച്ച് നീറി വേദനിപ്പിച്ച് കണ്ണിൽ മുളകുപൊടി വാരിയിട്ടിട്ട് നമ്മൾ ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ ചെയ്യരുത്. അത് വളരെ മോശമാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജൂതനായ മനുഷ്യൻ പച്ചക്ക് അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. സന്തോഷായി കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നബി തങ്ങൾ ആ ഒരു നയക്കാരനാണ്. കണ്ടാലോ കണ്ണെടുക്കില്ല, കാരുണ്യപ്പൂമുഖം മതിയാവില്ല, കണ്ണീരോ മാറ്റിടുമില്ല, കാബിൽ റസൂലുള്ളാഹ്
സൽഗുണപ്പൂ ജീവിതമകിലം സൽവഴി തന്നൊരു പൂമൊഴി മധുരം സന്നിധിയോ സ്നേഹത്തിനധരം സ്വർഗത്തിലാക്കും സ്വരം കണ്ടാലോ കണ്ണെടുക്കില്ല കാരുണ്യ പൂമുഖം മതിയാവില്ല കണ്ണീരോ മാറ്റിടുമുല്ല കാമിൽ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. സ്വർഗത്തിലാക്കും സ്വരം എന്ന് പറഞ്ഞാൽ ആ വർത്തമാനം അങ്ങനെയാണ്. ഇങ്ങോട്ട് ആക്ഷേപിക്കും, ഇങ്ങോട്ട് പരിഹസിക്കും, ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും. പക്ഷെ അതങ്ങനെയാണ്. ഞാനൊക്കെ മുമ്പ് പ്രസംഗ സമയത്തൊക്കെ ആരെന്ത് പറഞ്ഞാലും തിരിച്ച് പിറ്റന്നത്തെ രാത്രി അതിന് മറുപടിയാണ്. അങ്ങനെ മറുപടി പറഞ്ഞ ആളുകൾ അങ്ങനെ തിരിച്ച് പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ സംസാരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് സമസ്തയുടെ പ്രവർത്തന മേഖലകളിൽ സജീവമായപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ വർത്താനത്തിലൂടെ, സഹകരണത്തിലൂടെ, അവരുടെ സാമീപ്യത്തിലൂടെ, അവരുടെ സാരോപദേശങ്ങളിലൂടെ അതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി. അതിൽ കാര്യമില്ല, അതിന്റെ അർത്ഥമില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ല. ആളുകൾ ഇങ്ങനെ പറയും, നമ്മൾ നന്മയുടെ വഴിയിലാണെങ്കിൽ, നമ്മൾ സമസ്തയുടെ 100ാം വാർഷികത്തിന് വേണ്ടി പ്രസംഗിച്ചാൽ, നമ്മൾ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ, നമ്മൾ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ, പാടിയാൽ, എഴുതിയാൽ ആക്ഷേപങ്ങൾ വരും. ചില സമയത്ത് സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ പരിഹാസങ്ങൾ വരും. പക്ഷെ അതിൽ നമ്മൾ മറുത്ത് അവർക്ക് മറുപടി ഗംഭീരമായിട്ട് അപ്പോൾ തന്നെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഹക്ക് മനസ്സിലായി, അവരതിൽ നിന്ന് പിന്തിരിഞ്ഞോളും. ആരെക്കുറിച്ചെല്ലാം എന്തെല്ലാം പറയുന്നു, മഹാരഥന്മാരെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച്, തങ്ങന്മാരെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ച്. അപ്പൊ അതിൽ വിലയില്ല. അതിന് ഗവൺമെന്റായിട്ട് കളയുക എന്നതാണ് മഹാന്മാരുടെ പാഠം. അല്ല, അർത്ഥമില്ല. ഇമാം ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ കുട്ടികളെ കല്ലെടുത്തെറിഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അടുത്ത കല്ലെടുത്ത് തിരിച്ചറിയാൻ പോയപ്പോ ഔലിയാഇന്റെ പദവിയിലേക്ക് എത്തിയ മഹാനോട് അവിടുത്തെ വൃക്ഷം തന്നെ സംസാരിച്ചു. യാ ശിബിലി കുമ്മിസിലി, അല്ലയോ ശിബിലി, താങ്കൾ എന്നെ പോലെയാവുക, തിരിച്ചറിയരുത്. എന്നെ കല്ലെറിയുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് മാമ്പഴമാണ്. അതുപോലെ നല്ല വാക്കു പറയാ, എറിഞ്ഞവർ എറിഞ്ഞോട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്ഷേപം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. എന്റെ അബൂബക്കർ മറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കുറെ സമയം ജൂതനായ മനുഷ്യൻ ഇങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോ, കുറെ സമയം ജൂതനായ മനുഷ്യൻ ഇങ്ങനെ പരിഹാസം പറഞ്ഞപ്പോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ഒരു വാക്കിൽ ഒരു മറുപടി കൊടുത്തപ്പോ, ഫറജ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ അരികത്ത് നോക്കി നിന്നിട്ട് എന്തേ അവിടെ നിന്ന് പെട്ടെന്ന് മടങ്ങിപ്പോയത്? മുത്തുനബി പറഞ്ഞ, അബൂബക്കറെ, നിന്നെ ജൂതനായ മനുഷ്യൻ തെറി വിളിച്ചുകൊണ്ടിരുന്നപ്പോ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ, പരിഹസിച്ചുകൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ മലക്ക് അന്നഹു കാന മലക്കാന മഅഹു മലക്കും, നിന്നോടൊപ്പം മഅക മലക്കും, നിന്നോടൊപ്പം മലക്കുണ്ടായിരുന്നു. നീ മറുപടി കൊടുത്തപ്പോ മലക്ക് മടങ്ങിപ്പോയി. അബൂബക്കറേ, മറുപടി കൊടുത്തപ്പോ മടങ്ങിപ്പോയി. മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. ആക്ഷേപം കേട്ടപ്പോ, പരിഹാസം കേട്ടപ്പോ അവിടെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അത് ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. അവിടെ ക്ഷമിക്കണം, ക്ഷമ കൈക്കൊള്ളണം. സഹനത്തിന്റെ വടി അവിടെ തുറക്കണം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. വിജയത്തിന്റെ വഴിയടയാളങ്ങൾ തുറന്നു പോകുന്നവരെ കുറിച്ച് നാലാമത് അല്ലാഹു പരിചയപ്പെടുത്തിയത് വതവാസൂ ബിസ്സബ്ർ, ക്ഷമയുടെ ആളുകളാണ്. ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറയുന്നവരാണ്. പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ക്ഷമിക്കുന്നവരാണ്, സഹിക്കുന്നവരാണ്. ഇദാ അറാദല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഖൂവത ഫിദ് ദുനിയാ, ദുനിയാവിൽ അവന് ശിക്ഷ കൂടുതൽ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ ദുനിയാവിൽ ആ മനുഷ്യൻ അല്ലാഹു പ്രതിസന്ധി കൂടുതൽ കൊടുക്കും.
കച്ചവടം പൊളിക്കും, രോഗം കൊടുക്കും, പ്രയാസം കൊടുക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഇബാദത്ത് ചെയ്തിട്ട്, ഇത്രയും ദിക്ർ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ചൊല്ലിയിട്ട്, ഇത്രയും ഉസ്താദന്മാരെ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഒക്കെ ചൊല്ലിയിട്ടും പടച്ചോനെ എൻ്റെ ഭർത്താവിന് ജോലിയില്ലല്ലോ അല്ലാ, അതുകൊണ്ട് ഈ പരിപാടി ഞാൻ കെട്ടിപ്പൂട്ടി വെക്കാൻ പോവാണ് എന്ന് പറയരുത് എന്നാണ്. അങ്ങനെ പറയരുത്. അള്ളാഹുവിനൊരു ഇഷ്ടം കൂടുമ്പോ ഇദാ അറാദല്ലാഹു ബിഹി ഖൈറൻ, ഒരു ഖൈറിനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിസന്ധി തരും. ആർക്കൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു, എത്ര പ്രതിസന്ധികൾ. എൻ്റെ മകൻ മരണപ്പെട്ടു, എൻ്റെ തൊണ്ടയ്ക്ക് സർജറി ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അസുഖങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സ്നേഹസാഗരത്തിന്റെ ബാധ്യത ഒക്കെ വരും. ഇപ്പൊ ഇവിടുത്തെ ഫൈസൽ ഉസ്താദിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്ഥാപനത്തിന്റെ ഒരുപാട് പ്രതിസന്ധികൾ, മുന്നോട്ട് നടന്നുകൊണ്ട് പോകുമ്പോഴുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അതൊരു സ്ഥാപനമാകുമ്പോൾ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് വിശ്വാസി ഉണ്ടാക്കിയെടുക്കണമെന്നതാണ്. ഞാൻ എപ്പോ കണ്ടാലും തങ്ങളോട് ചോദിക്കലുണ്ട്, അബിക്കല് തങ്ങളോട് ഈ സ്ഥാപനത്തിന്റെ വിഷയം. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ പിതാവിനെ, അദ്ദേഹത്തിനേറെ ഇഷ്ടമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ നേരിട്ട് ആ അനുഭവം അത്ഭുതങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാന്റെ പേരിലുള്ള സ്ഥാപനമല്ലേ, പിന്നെ എന്തിനെന്റെ പ്രിയപ്പെട്ടവരെ നാം അതിന് വളമിട്ട് കൊടുക്കാൻ, അതിന് വെള്ളമാകാൻ നാം എന്തിനു മടിച്ചു നിൽക്കണം? ധൈര്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഉന്നതങ്ങളുടെ പദവിയിലേക്ക് എത്തട്ടെ. ഈ മക്കളെത്തും പോലെ നമ്മളും എത്തും, ഈ മക്കളെത്തും പോലെ നമ്മളും എത്തും. അവരെ പഠിപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് താങ്ങാവാൻ, തണലാവാൻ നമ്മൾ ഉണ്ടാകുമ്പോ അവരെ പോലെ ഒരു പദവിയിലേക്ക് അള്ളാഹു നമ്മളെയും എത്തിക്കും.